തുടങ്ങി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്കായി ആദ്യം 250 ഗ്രാം ബട്ടർ ആഡ് ചെയ്യുക. 250 ഗ്രാം ഷുഗർ ആഡ് ചെയ്യുക. അതിലേക്ക് 2 ലെമൺ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കിൻ ആഡ് ചെയ്യുക. അത് വളരെ ചെറുതായിട്ട് നമ്മൾ പീൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി സാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ അതിനുശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഹാൻഡ് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും, അത് നോർമലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യുകയാണ്. ഇതിലേക്കായിട്ട് നമുക്ക് 4 എഗ്ഗാണ് യൂസ് ചെയ്യേണ്ടത്. എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് നന്നായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ എഗ്ഗ് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 4 എഗ്ഗും നമ്മൾ 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ 4 എഗ്ഗും ആഡ് ചെയ്തു. ഇത് നന്നായി നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കായി നമ്മൾ യൂസ് ചെയ്യുന്നത് 250 ഗ്രാം സെൽഫ് റൈസിംഗ് പൗഡറാണ്. നമ്മൾ മൈദയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെയിം എമൗണ്ട് എടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും യൂസ് ചെയ്യുക. ആദ്യം 2 ടേബിൾ സ്പൂൺ നമ്മുടെ സെൽഫ് റൈസിംഗ് പൗഡർ ഇട്ട് ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള സെൽഫ് റൈസിംഗ് ഫ്ലോർ ഒന്ന് അരിച്ച് ആഡ് ചെയ്യാം. ശേഷം ഇത് നമ്മളൊരു മെറ്റൽ സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മളത് ഫോൾഡ് ചെയ്യുന്നത് പോലെ അത് മിക്സ് ചെയ്യണം. അതായത് സൈഡ് ടു സൈഡായിട്ട് ചെയ്യണം. അപ്പോൾ നന്നായി മിക്സായി അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വാം വാട്ടർ ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കേക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. നമുക്കിത് ഒരു 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിലേക്ക് ഒരു 50 മിനിറ്റ്സിലേക്ക് വെച്ച് കൊടുക്കാം.
കേക്ക് അങ്ങനെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഞാനത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഒരു ടെക്നിക്ക് കൂടിയുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിതിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ട് നമ്മളതിലേക്ക് ഷുഗർ സിറപ്പും ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുവാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അത് യൂസ് ചെയ്തേക്കുന്ന ഹണിയും ലെമൺ ജ്യൂസും ആണ്. പക്ഷേ നമ്മൾ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഗ്ലേസിങ് വരും. ഞാനിത് കുറച്ച് ഹെൽത്തി ആകാൻ വേണ്ടി ഞാനങ്ങനെ ചെയ്യുന്നതാണ്. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പം റെഡിയാണോ? ഓക്കെ, ഇനി നമുക്ക് ഇതങ്ങോട്ട് ആഡ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണ്. എല്ലാം കഴിഞ്ഞ് വളരെ ഈസി ആയിട്ട് നമ്മളിത് ഫുള്ള് നമ്മുടെ ലെമണും ഹണിയും കൂടി ആഡ് ചെയ്യുവാണ്. വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഇതിൽ ഓൾറെഡി നമ്മളിത് മുഴുവനും മിന്നി ലില്ലിയും കൂടെ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്യും. അപ്പം നമ്മുടെ ഡെലീഷ്യസ് ലെമൺ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞങ്ങൾ എനിവേ ഇത് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ മിന്നിക്കും ലില്ലിക്കും റോജിക്കും ആൽവിനൊന്നും വെയിറ്റ് ചെയ്യാൻ മേലെ ഇതിൽ കൂടുതൽ. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നമ്മളോട് അതിൻ്റെ കമൻസ് പറയേണ്ടതാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. Thank you so much for watching. Bye from entire home and Lilly, Minnie and Amma. Thank you. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിത് ചെയ്യുന്നത് ഒരിക്കലും ആദ്യം നമ്മൾ